ദ വൺ ആൻഡ് ഓൺലി മമ്മൂക്കയുടെ ബസൂക്കയുടെ ടീസർ കണ്ടു. തിയേറ്ററിൽ വെച്ചപ്പോൾ ആദ്യം കാണാൻ പറ്റിയുള്ളൂ. ജസ്റ്റ് തുടങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ രണ്ടാമത് വീട്ടിൽ വന്ന് ഒന്നും കൂടി യൂട്യൂബിലെടുത്ത് കണ്ടു. എത്ര പേർക്ക് ഈ കാര്യം നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല. നമ്മുടെ പഴയ കലൂർ ഡെന്നിസ് ഉണ്ടല്ലോ, കലൂർ ഡെന്നിസിൻ്റെ മകൻ ഡീനോ ഡെന്നിസാണ് ഇതിൻ്റെ സംവിധായകൻ. ഇതിനെപ്പറ്റി ഞാൻ മമ്മൂക്കയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂവിൽ നിന്നാണ് കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു രസകരമായ ഒരു സംഭവം നമുക്ക് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ അതാണെന്ന് ഞാൻ മറന്നുപോയി. അതിനകത്ത് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയുക ഏത് ഇൻ്റർവ്യൂ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ടീസർ കണ്ടപ്പോഴേക്കും എനിക്ക് മനസ്സിൽ ഒറ്റ ആഗ്രഹമുള്ളത്, ഇതൊരു ബിഗ് ബി പോലത്തെ അല്ലെങ്കിൽ ഭീഷ്മപർവ പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു മൂവി ആവണേ എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഈ ടീസർ കണ്ടപ്പോഴും എനിക്കൊരു വൈബ് കിട്ടി. എൻ്റെ മനസ്സിൽ പക്ഷേ ഒരിക്കലും ടെർബോ പോലൊരു സിനിമ ആവരുതെന്നാണ്. കാരണം എനിക്ക് ടെർബോ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തുറന്നു പറഞ്ഞ ആളാണ്. എനിക്ക് ആ പടം അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. മമ്മൂക്ക എന്നുള്ള നടനെയും സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കൊരു തെലുങ്ക് പടം കാണുന്ന അല്ലെങ്കിൽ ഒരു കന്നഡ പടം കാണുന്ന ഒരു ടൈപ്പ്, കന്നഡ എന്ന് ഞാൻ പറയില്ല, തെലുങ്ക് പടം കാണുന്ന ഒരു ടൈപ്പ് ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. തെലുങ്ക് പടം കാണാൻ തെലുങ്ക് പടം കണ്ടാൽ പോരെ, എന്തിനാണ് ടെർബോ കണ്ടതെന്നുള്ളൊരു അവസ്ഥയായിരുന്നു എനിക്ക് വളരെ നിരാശ തോന്നിയൊരു സിനിമയാണ് കണ്ടതിന് ശേഷം ടെർബോ. ഞാൻ പറയുകയും ചെയ്തിരുന്നു, എനിക്ക് മമ്മൂട്ടി കമ്പനി ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വീക്കസ്റ്റ് സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ പേര് അതും പറഞ്ഞിട്ട് കുറച്ചുകൊണ്ട് വന്ന് ഞാനത് മൈൻഡ് ചെയ്യാനുള്ള അവിടെ കിടന്ന് കുറയ്ക്കട്ടെ. ഞാനുള്ള അഭിപ്രായം ഞാൻ എന്ത് അറിയില്ല. അതിപ്പോൾ മമ്മൂക്ക ആയാലും ശരി, ലാലേട്ടനായാലും ശരി, ആരായാലും ശരി, എൻ്റെ അഭിപ്രായം എന്താണ് എനിക്ക് തോന്നിയെന്നുള്ളത് ഞാൻ ഈ ചാനലിലൂടെ എന്നും തുറന്നു പറയും, ഇനിയും പറയും. അതുകൊണ്ട് തന്നെ അതൊന്നും നിർത്താൻ പോണില്ല, നിർത്താൻ ഉദ്ദേശവും. അപ്പോൾ ടെർബോ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട സിനിമയല്ല. അപ്പോൾ എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ഈ പറഞ്ഞ ബിഗ് ബി ആയിക്കോട്ടെ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയാണ്. ഇപ്പോൾ ഈ കുറേ ന്യൂജൻ കുറേ വാണ പിള്ളേരുണ്ട്, മറ്റേ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അവന്മാരുടെയൊക്കെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവന്മാർ ഓടും. ബിഗ് ബി തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ പേരൻപ് നീയൊക്കെ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് രണ്ടും കേൾക്കുമ്പോൾ തന്നെ അവന്മാർ ഓടും, വേറെ വഴിക്കോടും. വലിയ മമ്മൂക്ക ഫാൻസാണ്, പടമൊന്നും കണ്ടിട്ടില്ല. ഈ മറ്റേ ചില ന്യൂജൻ വിജയ് ഫാൻസ് പോലെയാണ്. വിജയുടെ നല്ല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, ഒരു സാധനം കണ്ടിട്ടുണ്ടാവില്ല. വെറുതെ ചുമ്മാ കുറച്ച് ഡാൻസും അതും ഇതൊക്കെ കണ്ടിട്ട് വിജയ് ഫാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ടീമുകളുണ്ട്. വെറുതെ യഥാർത്ഥ വിജയ് ഫാൻസിനെ പേരില്ലാണ്ടാക്കാൻ നടക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. അതേപോലെ തന്നെ ഈ മമ്മൂക്ക ഫാൻസിലും ഉണ്ട്, മോഹൻലാൽ ഫാൻസിലൊക്കെ ഇതുപോലത്തെ പിള്ളേരുണ്ട്. അതായത് ഇങ്ങനെ വല്ല 2-3 പടങ്ങളൊക്കെ കണ്ടിട്ടാൽ കുറച്ച് പുതിയ പടങ്ങളൊക്കെ കണ്ടിട്ട്, അല്ലാണ്ട് ഇവരെ മമ്മൂക്കയാക്കി മാറ്റിയതോ അല്ലെങ്കിൽ ലാലേട്ടനാക്കി മാറ്റിയ സിനിമകളൊന്നും കണ്ടിട്ടാവില്ല. ചുമ്മാ ഇങ്ങനെ അവന്മാർക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാനിസം എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ ആ നടന്മാരെ ചീത്തപ്പേരുണ്ടാക്കി വെക്കുകയും ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവന്മാരെ തൃപ്തിപ്പെടുത്താൻ ഈ ചാനൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥ ഒരു ഫാനെ കണ്ട അവരോട് സംസാരിച്ച് നമുക്ക് മനസ്സിലാവും ആളെങ്ങനെയാണ്. ഒരു നല്ല ഒരു ഫാൻ എന്ന് പറഞ്ഞാൽ അയാൾ ആക്സെപ്റ്റ് ചെയ്യും പല കാര്യങ്ങളും. ഇപ്പോൾ മമ്മൂക്കയുടെ ഫാൻ ആയിക്കോട്ടെ, ലാലേട്ടൻ്റെ ഫാൻ ആയിക്കോട്ടെ, വിജയുടെ ഫാൻ ആരും ആയിക്കോട്ടെ, ഏത് നടൻ്റെ ഫാനാണെങ്കിലും അയാൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യും. എന്നൊരു നല്ല ഫാൻ്റെ ഏറ്റവും വലിയ ലക്ഷണം അതാണ്. സംഭവം ഞാൻ ഫാനാണ്, എന്നാലും എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, ഇന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവനോടാണ് എനിക്ക് ബഹുമാനം. അങ്ങനെയുള്ള ആളാണ് ഞാൻ ഒരു നല്ല ഫാനായിട്ട് കാണുന്നത്. അല്ലാതെ എന്തും വരുമ്പോഴേക്കും എല്ലാ സൂപ്പർ തള്ളി വിടുന്നമാരെ ഞാൻ ഫാനായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. അത് ഒബ്സെഷനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ ഇവിടെ പറയുന്നതേ. എന്തായാലും ഇതിൻ്റെ ടീസർ അടിപൊളിയായിട്ടുണ്ട്. മമ്മൂക്ക കാണാൻ കിടിലൻ. അതും എസ്പെഷ്യലി മമ്മൂക്ക ഈ സൂട്ട് ഇട്ടുകൊണ്ട് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. അതിപ്പോൾ ആഷിക്കപ്പൂടെ ഫസ്റ്റ് പടത്തിലാണെങ്കിൽ ശരി, എപ്പോഴാണേലും മമ്മൂക്ക സൂട്ടിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ഗുമ്മാണ്. മലയാള സിനിമയിൽ ആരും സൂട്ടിട്ട് വരുമ്പോൾ അമ്മാരി ലുക്കിൽ ഞാൻ കണ്ടിട്ടില്ല. പൃഥ്വിരാജ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയൊക്കെയാണ്, പക്ഷേ മമ്മൂക്ക ഇട്ടുകൊണ്ട് വരുമ്പോൾ അതൊരു വൈബ് തന്നെയാണ്. ഈവൻ എനിക്ക് തീരെ ഇഷ്ടപ്പെടാഞ്ഞൊരു സിനിമയാണ് ഗാങ്സ്റ്റർ. പക്ഷെ ആ സിനിമയെ പോലും മമ്മൂക്ക കാണാൻ ലുക്കായിരുന്നു. മമ്മൂക്ക ലുക്കിൻ്റെ കാര്യത്തിൽ എത്തിവിടാൻ പറ്റില്ല. ഇപ്പോഴും മമ്മൂക്കയുടെ പുതിയ ഒരു ലേറ്റസ്റ്റ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാം പിക്ചർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ സീനാണ്. ഇത് മമ്മൂക്ക ദുൽഖറിൻ്റെ ചേട്ടനാണോ എന്നുള്ള അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു മൂത്ത ജ്യേഷ്ഠനെ തോന്നിക്കുള്ളൂ. അച്ഛനാണെന്ന് ജന്മത്ത് പറയില്ല, വാപ്പയാണെന്ന് ഒരിക്കലും പറയില്ല. അത്രയും
ലുക്കാണ് മമ്മൂക്കയെ കാണാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്കയുടെ സിനിമ ഈ തിയേറ്ററിൽ പോയി കാണുമ്പോൾ. ഇങ്ങനെ ആ സ്വാഗും സ്റ്റൈലും ഒക്കെ അത് വേറെ സീൻ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ലാലേട്ടന്റെ പടം കാണുമ്പോൾ നമ്മൾ മുണ്ട് മടക്കി അടി എന്ന് പറയണ പോലെ മമ്മൂക്കയുടെ പടം കാണുമ്പോൾ ഞാൻ ആ സ്വാഗ് കാണാനാണ് പോണത്. അതങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ ലെവല് ചില ക്യാരക്ടേഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മമ്മൂക്ക വെറുതെ അഴിഞ്ഞാടിക്കളയും. നമ്മൾ ബ്രഹ്മയുഗത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അഴിഞ്ഞാടൽ വേറെ രീതിയാണ്. ഇത് ക്യാരക്ടർ അഴിഞ്ഞാടലല്ല. ഇത് ബിഗ് ബി പോലത്തെ മറ്റേ അഴിഞ്ഞാടലാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് ടീസർ കണ്ടിട്ട് തോന്നിയത്. അങ്ങനെ മതി, എനിക്ക് അത് കിട്ടിയാൽ മതി. എപ്പോഴും ഒരു ബ്രഹ്മയുഗം പോലത്തെയോ അല്ലെങ്കിൽ പേരൻ പോലത്തെ പടം വേണമെന്ന് ഞാൻ വാശി പിടിക്കത്തൊന്നുമില്ല. നമുക്ക് എല്ലാ ടൈപ്പും ചെയ്യട്ടെ. ഈ ടൈപ്പിൽ എനിക്കൊരു ബിഗ് ബി പോലത്തെ പടം കിട്ടിയാൽ മതി. ഞാൻ ആഘോഷിക്കും, ഞാൻ ആർമാദിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു പടം കിട്ടിയാൽ മതിയെന്നേ. മനസ്സിലായില്ലേ? എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്. അപ്പോൾ ബസൂക്ക ഞാൻ ഉറ്റുനോക്കുന്ന സിനിമയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ബിഗ് ബി വൈബ്, യങ് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ആ ഒരു വൈബ് പിടിച്ച് പടം ചെയ്യുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ അതുമാത്രമല്ല നമുക്ക് ഒന്നും കാണാതെ ഇതിൽ കൈവെക്കത്തില്ല. ഇപ്പോൾ ടെർബോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അതുകൊണ്ടാണല്ലോ ഓബിയസ്ലി ഇത്ര ഓടിയതൊക്കെ. അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ അതൊരു മോശം സിനിമ ആവുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ആ ടെർബോയിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ആ പടം എടുത്തത്, സ്വയം പ്രൊഡ്യൂസും ചെയ്തത്. എനിക്കൊന്ന് മേ ബി രാജ്ബി ഷെട്ടി എന്നുള്ളൊരു വലിയ നടനെ മലയാളത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാരണമാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ സിനിമയിലുള്ള മമ്മൂക്കയ്ക്ക് ചെയ്യാൻ കിട്ടിയ ആ ഒരു ആക്ഷൻ്റെ ആ ഒരു അത്രയും സീക്വൻസസ് സ്വയം ചെയ്യാൻ കിട്ടിയതിൻ്റെ ഒരു അവസരമായിരിക്കാം നമുക്ക് ആകർഷിച്ചിരിക്കണം. എന്തായാലും സിനിമ സെലക്ഷൻ്റെ കാര്യത്തിൽ റൈറ്റ് നൗ വേറൊരു മനുഷ്യനില്ല മലയാളത്തിൽ ഇത്രയും കിടലായിട്ട് ഫിലിം സെലക്ട് ചെയ്യുന്ന. പണ്ടൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മമ്മൂക്ക ലാലേട്ടൻ പറഞ്ഞ ആടി ഇടിയായിരുന്നു, ബഹളമായിരുന്നു, അതും ഇതൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ അന്ന് മറ്റേ വാണപ്പരിപാടിയല്ല, ഒരു മാന്യത ഉണ്ടായിരുന്നു രണ്ട് ടീമിനും. ഉള്ള കാര്യങ്ങൾ വെച്ചായിരുന്നു ചെയ്യണത്. അല്ലാതെ ഈ പറഞ്ഞ എന്താ പറയുക, ഈ ട്രോൾ പേജസിലെ പോലെ ഇരട്ടപ്പേരിട്ട് അങ്ങനത്തെ സെറ്റപ്പ് അല്ല. അത് മാത്രമല്ല, വെറുതെ നല്ല പടം കണ്ടാലും ആക്സെപ്റ്റ് ചെയ്യാതെ അതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന പരിപാടി, ആ പരിപാടിയല്ല അന്നുള്ളത്. അന്ന് ഒരു മര്യാദ ഉണ്ട് രണ്ട് ഫാൻസും തമ്മിൽ. അങ്ങനത്തെ ഒരു സീനായിരുന്നു. അറ്റ്ലീസ്റ്റ് എൻ്റെ സർക്കിളിലുള്ള ആൾക്കാർ അങ്ങനെയായിരുന്നു. അല്ലാണ്ട് ബ്ലൈൻഡ് ആയിട്ടുള്ള ഓവർ എന്താണ് ആരാധന മൂത്ത് ഭ്രാന്തന്മാരല്ല ഞാൻ കണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ ഓൺലൈനിലേക്കാണ് കൂടുതൽ കണ്ടേക്കണം. പിന്നെ കുറേമാർക്ക് സുഖമാണെന്നേ, അവന്മാർ ആരുടെയും ഫാനല്ല, തമ്മി തല്ലിപ്പിക്കാൻ നടക്കുന്ന കുറേ വട്ടന്മാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരാണ് ശരിക്കുമുള്ള ആരാധകരുടെ, അല്ലെങ്കിൽ ഒരുപാട് നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഫാൻസ് ഉണ്ട്. ഇപ്പോൾ മമ്മൂക്കയുടെ ആയാലും ലാലേട്ടൻ്റെ ഒക്കെ ആയാലും അല്ലെങ്കിൽ ഏത് നടന്മാരോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവർക്കും കൂടി ചീത്തപ്പേര് ഉണ്ടാക്കുന്ന കുറേ അലവലാദികളുണ്ട് ഇവിടെ ഈ നാട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ളവന്മാരെയാണ് ഞാൻ ഈ പറയുന്നത്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയാം, അവരൊക്കെ നമുക്കറിയാമെന്ന്. നമ്മളിങ്ങനെ എല്ലാ ആഴ്ച സിനിമ കാണാൻ പോകുന്നതുകൊണ്ട് എല്ലാതരം ഫാൻസ് ഇവന്മാരൊക്കെ തന്നെയല്ലേ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഉണ്ടാവണത്. ഇവരുടെയൊക്കെ ബിഹേവിയറൊക്കെ ഞാൻ കാണണല്ലേ. ആരാണ് ഒരു പ്രോപ്പറായിട്ടുള്ള മര്യാദയുള്ള ഫാൻ, ആരാണ് ഇങ്ങനെ തമ്മിൽ തെളിയിക്കാൻ നടക്കുന്നതെന്നൊക്കെ നമ്മൾ ഒരുപാട് എണ്ണങ്ങളാണ് കാണുന്നതാണ്. നല്ലൊരു ഫാൻ എപ്പോഴും നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യും. അതിൽ കാമ്പുണ്ടെങ്കിൽ, അതിൽ കഴമ്പുണ്ടെങ്കിൽ ആളെ ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് പറയണേ എനിക്ക് ടെർബോ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ആരോടും പോയി കാണരുതെന്നല്ല പറയണം. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അതൊരു നല്ല ഫാനായിട്ടുള്ള ഒരുത്തിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ശരിയാണ് ചേട്ടൻ അത് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ, എനിക്കത് ഇഷ്ടപ്പെട്ടു, ഓക്കെ, മനസ്സിലായില്ല. അത് അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ അറ്റ്ലീസ്റ്റ് നല്ലൊരു ഫാനായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ സിനിമയും നല്ലതെന്ന് പറയുന്ന ഒരാളാണോ നല്ല ഫാൻ? അല്ലല്ലോ. നമുക്ക് എന്താണ് മനസ്സിൽ തോന്നിയത് അത് പറയണ്ടേ. നമ്മളിപ്പോൾ ഒരു യഥാർത്ഥ ഫാനാണെങ്കിൽ മമ്മൂക്ക എന്നുള്ള മഹാനടനെ ഉൾപ്പെടെ അല്ലെങ്കിൽ ലാലേട്ടൻ എന്നുള്ള മഹാനടൻ ഉൾപ്പെടെ അവരാഗ്രഹിക്കുന്ന എല്ലാം നല്ലത് പറയണമെന്നല്ല. അവരും ജെന്യുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻസ് അറിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അവർ ഒരു നല്ല ആളെന്നുള്ള ഉദ്ദേശിക്കുന്നത് അവരെ വെറുതെ ചുമ്മാ പൊക്കിക്കൊണ്ട് നടക്കുന്നവരാണ്. അല്ല, എനിക്ക് തോന്നുന്നില്ല. അവരുടെ അടുത്ത് കാര്യങ്ങൾ ഒരു നല്ല സുഹൃത്തുനിന്ന് അവർ കാണുന്നത് ഓബിയസ്ലി ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നവരായിരിക്കാം. ഇപ്പോൾ എനിക്ക് പരിചയമുള്ള സിനിമ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ എന്നോട് പറയുന്നത് നിൻ്റെ ചാനൽ കാണുന്നത് അത്രയും ഓണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഈവൺ ഒരു ഭയങ്കര വലിയൊരു നടൻ, ആളുടെ പേര് ഞാൻ തുറന്നു പറയാം, ജോയിച്ചേട്ടൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിൻ്റെ വീഡിയോ ഞാൻ കാണുന്നത് തന്നെ നീ അത്രയും ഓണസ്റ്റ് ആയിട്ട് പറയുന്നത് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്നെ ഞാനാക്കി മാറ്റുന്ന എൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എനിക്ക് നശിപ്പിച്ചു കളയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഈ ഒരു ക്വാളിറ്റി നമുക്ക് ഒരിക്കലും പൈസ കൊടുത്താലോ അല്ലെങ്കിൽ പൈസ വാങ്ങിയാലോ അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്താലോ കിട്ടൂല. അത് എന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ട് അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും അടിപൊളി ഒരു കാര്യം അതാണെന്നുള്ളതാണ്.
അപ്പോൾ അത് നമുക്ക് അത് കഷ്ടപ്പെട്ടുണ്ടാക്കി എടുക്കുന്നതാണ്. അത് എന്താ ധൈര്യം സംബന്ധിച്ച് എന്താ പറയുക, നമ്മൾ ഒരു നിശ്ചയ ധാർഷ്ട്യം എന്നല്ല പറയുന്നത്, അത് ഒരു എന്താ അതിന് പറയുന്നത്, അത് കറക്റ്റ് മലയാളമാക്കി എനിക്കറിയില്ല, അത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തായാലും എനിക്ക് ഈ ടീസർ ഇഷ്ടപ്പെട്ടു. ലോങ് സ്റ്റോറി ഷോർട്ട്, എനിക്ക് ടീസർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ദ ട്രെയിലർ. കാരണം ഇങ്ങനത്തെ സിനിമകളുടെ ട്രെയിലറും ടീസറൊക്കെ വരുമ്പോഴേ നമ്മളിങ്ങനെ ആലോചിക്കും കാണണ്ട, പക്ഷേ മമ്മൂക്കയുടെ ലാലേട്ടനൊക്കെ വരുമ്പോൾ കണ്ടേ പറ്റുള്ളൂ എന്നുള്ള ഒരു അതൊരു ത്വരയാണ്, കണ്ടു പോകും. കാണാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് കണ്ടുപോകും. എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ലുക്കൊക്കെ വെറുതെ പൊളി ലാസ്റ്റ്. പിന്നെ ഗൗതം വാസുദേവ് മേനോൻ ഇതിനകത്ത് എന്ത് ടൈപ്പ് റോളാന്നുള്ളത് ഒരു കൃത്യം ഐഡിയ കിട്ടിയിട്ടില്ല. പിന്നെ ഇതിലെ നടി ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ആരാണെന്നുള്ള ഒരു പിടുത്തം കിട്ടിയില്ല കേട്ടോ. എന്തായാലും കൊള്ളാം. ലുക്കിംഗ് ഫോർവേഡ് ടു ബസൂക്ക. അതൊരു ബസൂക്ക അല്ല, ഒരു പാറ്റൻ ടാങ്ക് ആവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ബിഗ് ബി പോലൊരു പടം കാണാൻ എത്ര നാളെ ആഗ്രഹിക്കണം. ബിലാലോ ഇപ്പോൾ വരുന്നില്ല. അടുത്ത് എന്തെങ്കിലും ഇറക്കുമെന്ന് അമൽ ചേട്ടന് മാത്രം അറിയാം. എന്തായാലും അമൽ നീരദ് എൻ്റെ ചേട്ടാ ഒന്ന് പ്ലീസ് ബിലാൽ കൊണ്ടുവരൂ. അതുവരെ ഞങ്ങൾ ഈ ബസൂക്കയൊക്കെ വെച്ച് ആഘോഷിക്കട്ടെ. ബസൂക്ക നന്നായി വരട്ടെ, അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഷോ തന്നെ പടം കാണും. അത് വേറെ അതിലൊരു തർക്കമില്ല. അതിപ്പോൾ ആരുടെ സിനിമയാണെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് മമ്മൂക്കലായിരുന്നു ഒരുപോലെയൊക്കെ തന്നെയാണ് ഇപ്പം. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടങ്ങനെ അല്ലായിരുന്നു. ഞാൻ തുറന്നു പറഞ്ഞ പണ്ട് നമ്മൾ ആ ഒരു ചെറു പ്രായത്തിൽ നമുക്ക് ലോലട്ടലായിട്ട് ആയതായിരുന്നു. ഇപ്പം ഈ മമ്മൂക്ക നമ്മളവിടെ ഫാനാക്കി മാറ്റി. മനസ്സിലായി? അത് ഈ ലാസ്റ്റ് ഒരു 3 years പുള്ളി ഹെയ്റ്റേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഹെയ്റ്റേഴ്സ് എന്നല്ല, എല്ലാവരും കൂടി ഫാനാക്കി മാറ്റുകയാണ്. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ലാലേട്ടൻ ഫാൻസ് ഉള്ള ഒരു കുടുംബമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മമ്മൂക്കയുടെ സിനിമകളാണ്. അതാണ് ഏറ്റവും വലിയ രസം. അതുകൊണ്ട് നമ്മളെ ഫാനാക്കി മാറ്റുകയാണ് പുള്ളി. കാരണം അമ്മ ഒരു ഡെഡിക്കേഷൻ കാണിച്ചുകൊണ്ടിട്ട് സിനിമയിലേക്ക് എടുക്കുന്ന സ്ക്രിപ്റ്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ. എനിവേസ്, ഇതെനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു, അതിവിടെ പറഞ്ഞു എന്നുള്ളൂ. എന്തായാലും ബസൂക്ക, ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അടിപൊളി ടീസർ, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്.